ഇറാനിൽ നിന്ന് അമേരിക്കയെ സംബന്ധിച്ച് അതീവ നിർണായകവും ആശങ്കാജനകവുമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനിൽ ഒരു അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടിരിക്കുന്നു. പൈലറ്റുമാർ പാരച്യൂട്ട് വഴി ഇജക്ട് ചെയ്ത് പുറത്ത് ചാടിയെങ്കിലും ഇതിലൊരു പൈലറ്റ് ഇറാന്റെ പിടിയിലായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ അമേരിക്ക ഇതുവരെ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC അമേരിക്കയുടെ F-15E ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടത്. വിമാനത്തിൽ മുൻ സീറ്റിലിരുന്ന പൈലറ്റും പിൻ സീറ്റിലുണ്ടായിരുന്ന ഒരു വെപ്പൺ സിസ്റ്റം ഓഫീസറും ഉൾപ്പെടെ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഇരുവരും വിമാനം തകരുന്നതിന് തൊട്ട് മുൻപ് ഇജക്ട് ചെയ്തു. ഇതിൽ ഒരാളെ ഇറാൻ സൈന്യം എത്തുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ സേന അതിസാഹസികമായ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു. ഇത് ഇസ്രായേലിന്റെ ചാനൽ 12ഉം ന്യൂയോർക്ക് ടൈംസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ അമേരിക്കൻ പൈലറ്റിന്റെ കാര്യത്തിൽ വലിയ ദുരൂഹതയും ഭിന്നാഭിപ്രായങ്ങളുമാണ് ഉള്ളത്. ഈ പൈലറ്റ് തങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് ഇറാനിയൻ വാർത്താ ഏജൻസി ആയിട്ടുള്ള തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്ക ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമില്ല. രണ്ടാമത്തെ ആൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നാണ് US അധികൃതർ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അറിയിച്ചു. ടെഹ്റാനിൽ നിന്ന് 500 കിലോമീറ്റർ അകലെയുള്ള തെക്കൻ ഇറാനിലെ കോഖി ലൂയിയ ആൻഡ് ബോയർ അഹമ്മദ് പ്രവിശ്യയിലാണ് ഈ സംഭവം നടന്നത്. അമേരിക്കൻ പൈലറ്റിനെ കണ്ടെത്താൻ പ്രവിശ്യയിലെ ഗവർണറും മാധ്യമങ്ങളും പ്രദേശവാസികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കക്കാരെ കണ്ടാൽ ഉടൻ വെടിവെച്ച് കൊല്ലാനായിരുന്നു പ്രാദേശിക TV ചാനൽ ആദ്യം നൽകിയ നിർദ്ദേശം. എന്നാൽ നിമിഷങ്ങൾക്കകം അവർ ഈ നിർദ്ദേശം മാറ്റി. ശത്രുവിന്റെ പൈലറ്റിനെ ജീവനോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നവർക്ക് വലിയ പാരിതോഷികം നൽകും എന്ന് ഗവർണറെ ഉദ്ധരിച്ച് ചാനൽ പ്രഖ്യാപിച്ചു. തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഒരു പിക്കപ്പ് ട്രക്കിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഇറാൻ TV പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനിടെ പൈലറ്റിനെ കണ്ടെത്താനായി അമേരിക്കൻ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഡ്രോണുകളും മേഖലയിൽ വലിയ തിരച്ചിൽ നടത്തുന്നതിന്റെ ചിത്രങ്ങളുമൊക്കെ ഇറാൻ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച നടന്ന ഈ സംഭവത്തിന് പുറമെ ലെക്കിൻ ഹീത്ത് സ്ക്വാഡ്രണിൽപ്പെട്ട മറ്റൊരു F-35 യുദ്ധവിമാനം കൂടി മധ്യ ഇറാനിൽ വെച്ച് തങ്ങളുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തതായി IRGC അവകാശപ്പെടുന്നുണ്ട്. ഈ വിമാനത്തിലെ പൈലറ്റ് രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇതിനു മുൻപ് മാർച്ച് 19-നും ഒരു F-35 വിമാനം തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. നിലവിലെ ഈ പോരാട്ടത്തിൽ വെള്ളിയാഴ്ചത്തെ സംഭവത്തിന് മുൻപ് തന്നെ 4 അമേരിക്കൻ സൈനിക വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാഖിൽ വെച്ച് തകർന്നു വീണ ഒരു KC-135 സ്ട്രാറ്റോ ടാങ്കർ ആണ് ഇതിലൊന്ന്. അതിലുണ്ടായിരുന്ന 6 പേരും മരിച്ചിരുന്നു. മറ്റ് 3 F-15E വിമാനങ്ങൾ കുവൈറ്റ് സേനയ്ക്ക് അബദ്ധത്തിൽ ലക്ഷ്യം തെറ്റി വെടിയേറ്റതാണ്. എന്നാൽ ഈ 3 വിമാനങ്ങളിലെയും 6 ജീവനക്കാരും അന്ന് സുരക്ഷിതരായി രക്ഷപ്പെട്ടിരുന്നു. ഒരു അമേരിക്കൻ പൈലറ്റ് ഇറാന്റെ പിടിയിലാകുന്നത് ഈ യുദ്ധത്തിൽ ഇറാനിയൻ സേനയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിലപേശൽ ആയുധമായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രതിസന്ധിയുമാണ്. മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അമേരിക്കൻ പൈലറ്റ് ഇറാന്റെ കസ്റ്റഡിയിലാണോ അതോ എവിടെയെങ്കിലും ഒളിവിൽ കഴിയുകയാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. വളരെ നിർണായകമായ ഒരു മുൾമുനയിൽ നിർത്തുന്ന മണിക്കൂറുകളിലൂടെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്.